السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. പൈതൃകം മീഡിയ ശ്രോതാക്കളെ, സഹോദര സഹോദരികളെ, സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ചരിത്ര നാൾവഴികളിലൂടെയും എന്ന പ്രഭാഷണ പരമ്പരയുടെ 38ാമത്തെ ദിവസമാണ് ഇന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനീ ഖിദ്മത്തിനായി നമുക്ക് ഓരോരുത്തർക്കും ആഫിയത്തുള്ള ആയുസ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. നമ്മുടെ മശായിഖന്മാർക്കും പ്രവർത്തകന്മാർക്കും അല്ലാഹു ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണത്തിലേക്ക് നമുക്ക് കിടക്കാം. സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഹഖായ ദീന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണെന്നും ആ ദീനിൽ അടിയുറച്ച് നിന്നെങ്കിലേ ആഖിബത്ത് നന്നാവുകയുള്ളൂ എന്നും കേരളീയ സമൂഹത്തെ നന്നായി പഠിപ്പിക്കുകയുണ്ടായി. അതിനു വേണ്ടി സമ്മേളനങ്ങളും ക്ലാസുകളും കൺവെൻഷനുകളും സ്കോഡ് വർക്കുകളും പത്രപ്രസിദ്ധീകരണങ്ങളും എല്ലാം സമസ്ത കേരള ജമീയത്തുൽ ഉലമ നടത്തുകയുണ്ടായി. അതിനോടൊപ്പം പ്രാഥമിക മദ്രസകളും പള്ളി ദർസുകളും സ്ഥാപിച്ചുകൊണ്ട് കുട്ടിക്കാലം മുതൽ തന്നെ ജനങ്ങൾക്ക് ആഴത്തിൽ ദീൻ പഠിക്കാനുള്ള സംവിധാനവും സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഒരുക്കി. ഇതിൻ്റെ ഒന്നും പേറ്റന്റ് ഈ സമസ്ത കേരള ജമീയത്തുൽ ഉലമക്കല്ലാതെ, അതിൻ്റെ പണ്ഡിതന്മാർക്കല്ലാതെ ആർക്കും അവകാശപ്പെടാനും സാധ്യമല്ല. ഇത് ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം, ചില ആളുകൾ ഞങ്ങൾ വിരിച്ചു കൊടുത്ത പരവതാനിയിലാണ് സമസ്തക്കാർ വിശ്രമിച്ചത്, ഞങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന തെറ്റായ കാര്യം പ്രത്യേകിച്ച് ഭൗതിക രാഷ്ട്രീയ രംഗത്തുള്ള മേലാളന്മാർ അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും പറയാനുള്ള ഒരു അബദ്ധ വാക്കുകളാണത്. 1989 കാലഘട്ടങ്ങളിൽ ഇത് യഥേഷ്ടം അവരുപയോഗിക്കുകയും പക്ഷെ അതിലൊക്കെ അവർ പരാജയപ്പെടുകയും ചെയ്തു. കാരണം അവർ അനുവദിക്കാത്ത ദീനിയായ പുരോഗതി ഉണ്ടാക്കാൻ അവർ അനുവദിക്കാത്തൊരു വിഭാഗമായിരുന്നു താജുൽ ഉലമയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം. ആ വിഭാഗം പിന്നീട് ഇവിടെ ഉണ്ടാക്കിയെടുത്ത വൈജ്ഞാനിക വിപ്ലവങ്ങൾ, അതിന് അവരുണ്ടാക്കിയ മനോഹരമായ കൊട്ടാര സമാനമായ ബിൽഡിങ്ങുകൾ, അതുപോലെ അതിൻ്റെ ആസ്തികൾ, അതൊന്നും ഈ അവകാശവാദക്കാർക്ക് അടുത്തുപോലും നിൽക്കാൻ കഴിയാത്ത സ്വന്തമായി നമ്മുടെ ആലിമീങ്ങൾ ഉണ്ടാക്കിയതാണ്. ഉമറാക്കൾ സഹകരിച്ചിട്ടുണ്ടാവും, അവർ സഹകരിക്കണമല്ലോ, ഉമറാവ് ഒന്നിച്ചാണല്ലോ നീങ്ങേണ്ടത്. അവരല്ല ഈ പറയുന്നത്. ദുന്യാവിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുകയും ഒരു ദീനിയായ എന്തെങ്കിലും ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായ ഒരു നിലപാടുകളും സ്വീകരിക്കാത്ത ആളുകളാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ. സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കി അതിൻ്റെ നടത്തിപ്പിന് വേണ്ടി കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ തബറുക്കിന് വേണ്ടി കുറച്ച് ആളുകളെ അതിൽ ഉൾപ്പെടുത്തുമ്പോൾ ആ തബറുക്കിന് ഏൽപ്പിക്കപ്പെട്ട ആളുകൾ അതിൻ്റെ മൊത്തം അവകാശികളായി മാറുകയും ഇതെല്ലാം ഉണ്ടാക്കിയ സമസ്ത കേരള ജമീയത്തുൽ ഉലമയെ 4000 പോലും നോക്കി നിൽക്കാൻ പോലും അനുവദിക്കൂല എന്ന വാശി പിടിക്കുകയും ചെയ്യുന്നത് നാം കാണുന്നുണ്ട്. എന്നാൽ അവരൊന്നും ഒരു പ്രാഥമിക മദ്രസ പോലും സ്വന്തം ഉത്തരവാദിത്വത്തിലും സ്വന്തം അധ്വാനത്തിലും ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ് വസ്തുത. ഇതൊന്നും ആക്ഷേപത്തിന് വേണ്ടി പറയുകയല്ല. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ചരിത്രങ്ങൾ പറയുമ്പോൾ ആ മഹത്തായ പ്രസ്ഥാനം
ഉണ്ടാക്കിയെടുത്ത സേവനങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയേണ്ടി വരും. ആ നിലക്കത് തുറന്നു പറയുന്നു എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിപ്പോൾ ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ള കാരണം. നമുക്ക് പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിലേക്ക് നോക്കാം. അതിൻ്റെ ഇന്നത്തെ അവസ്ഥയും ഇന്നതിൽ മെജോറിറ്റിയുള്ള വിഭാഗത്തിൻ്റെ അവകാശവാദവും ചരിത്രവുമായി വല്ല ബന്ധമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇതൊന്നും ആക്ഷേപിക്കല്ല, യാഥാർത്ഥ്യങ്ങൾ പറയാം. ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രാഥമിക മദ്രസകളും പള്ളി ദർസുകളും താനൂര് ഇസ്ലാഹുൽ ഉലൂം പോലുള്ള അറബിക് കോളേജുകളും ഒക്കെ ഉണ്ടാക്കിയ സമസ്ത ഒക്കെ 926 കൂടെ തന്നെ ഇതൊക്കെ ഉണ്ടാക്കി വന്നിട്ടുണ്ട്. 950 ആയപ്പോൾ 51 ആയപ്പോഴേക്ക് യഥേഷ്ടം മദ്രസകളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ സമസ്തയുടെ നേതാക്കന്മാരൊക്കെ പള്ളി ദർശ നടത്തുന്നവരാണ്. ആ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് പള്ളി നാട്ടുകാരെ പള്ളിയായിരിക്കും. പക്ഷെ അവർ വിദേശികളായ പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് മുത്താലിമീങ്ങളെ കൊണ്ടുവന്ന് അവിടെ ദർശ നടത്തിക്കൊണ്ടാണ് ഇവിടെ ഇസ്ലാം നിലനിന്നത്. ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു മീറ്റിംഗ് 4/4/1962 ചേർന്നു. എന്താണ് തീരുമാനിച്ചത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആഭിമുഖ്യത്തിൽ സനത് കൊടുക്കത്തക്ക ഒരു ഉയർന്ന കോളേജ് ഉണ്ടായിരിക്കണം. ഒരു തീരുമാനമാണ്. കാരണം അന്ന് ബെല്ലൂരി ലത്തീഫിയയിലേക്കും ബാക്കിയാത്തിലേക്കും പോകാൻ മാത്രമേ അവസരം ഉണ്ടായിരുന്നുള്ളൂ. അത് തന്നെ ചില വർഷങ്ങളിൽ അവിടെ കേരളീയ വിദ്യാർത്ഥികളല്ല വലിയ വലിയ ആനിമീങ്ങൾ എത്തുമ്പോൾ ചിലപ്പോൾ അവർ ഈ വർഷം അതർ സ്റ്റേറ്റിൽ നിന്ന് കുട്ടികൾ എടുക്കണില്ല, ഭക്ഷണം കൊടുക്കാൻ വളരെ പ്രയാസമാണ്, പിന്നെ അവരൊന്നും പിരിവ് നടത്തിക്കാണല്ലോ സ്ഥാപനം നടത്തുന്നത്, കമ്മിറ്റിക്കാരനെ നടത്തുക. അങ്ങനെ പല പ്രതിസന്ധികൾ. ഇനി ഇവിടെയുള്ള വലിയ വലിയ ആനിമീങ്ങൾ പക്ഷേ അവർ സാമ്പത്തികമായി വളരെ പിന്നിലുള്ളവരായതുകൊണ്ട് എല്ലാവർക്കും അവിടെ പോയി സനതെടുത്ത് പോരാൻ കഴിയാത്ത സാഹചര്യം. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ 1962 ഏപ്രിൽ മാസം 4-ാം തീയതി മുശാവറ യോഗം തീരുമാനിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആഭിമുഖ്യത്തിൽ സനത് കൊടുക്കത്തക്ക ഒരു ഉയർന്ന കോളേജ് ഉണ്ടായിരിക്കണം. ഇതാണ് ജാമിയ നൂരിയയുടെ തുടക്കം. മറ്റൊരു മുശാവറ നോക്കൂ. 30/4/62 അതായത് 1962 ഏപ്രിൽ മാസം 30-ാം തീയതി മുശാവറ ചേർന്നു. ഇതൊക്കെ മുശാവറയുടെ തീരുമാനമാണ്. അങ്ങനെ സനത് കൊടുക്കുന്ന ഒരു കോളേജ് വേണമല്ലോ. അപ്പം നമ്മളൊരു കമ്മിറ്റി ഉണ്ടാക്കി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു പ്രാഥമിക കമ്മിറ്റി ഉണ്ടാക്കുകയും ആ കമ്മിറ്റിയുടെ ആദ്യ സംരംഭങ്ങൾക്ക് വേണ്ടി അഥവാ അതിൻ്റെ ആദ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പൈസ ഇല്ലല്ലോ, അതുകൊണ്ട് 500 ഉറുപ്പികയിൽ കവിയാത്ത ഒരു സംഖ്യ വിദ്യാഭ്യാസ ബോർഡിൽ നിന്ന് കടമായി ആവശ്യപ്പെടാനും തീരുമാനിച്ചു. എത്ര? 500-ൽ കവിയാത്ത സംഖ്യ. എന്തിന്? നമ്മൾ തീരുമാനിച്ച സനത് കൊടുക്കാൻ പറ്റുന്ന കോളേജിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസ ബോർഡിൽ നിന്ന് 500 ഉറുപ്പിക എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ സമസ്തയുടെ നേതൃത്വത്തിൻ്റെ കീഴിൽ ഈ കോളേജിനെ പറ്റിയ സ്ഥലം നമുക്ക് എവിടുന്നെങ്കിലും കിട്ടിയാൽ അത്രയും ലാഭമാവുമല്ലോ. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇവർ പട്ടിക്കാട് ബാപ്പുഹാജിയുടെ അടുത്തെത്തിയത്. ബാപ്പുഹാജി ഇവരെ മാന്യമായി സ്വീകരിച്ച് എന്തു പറഞ്ഞു? പഠിച്ചോനെ, ഇത് നമ്മൾ നേരത്തെ അറിഞ്ഞില്ലല്ലോ, എനിക്കെന്തിനാണ് സ്ഥലം? എനിക്ക് 2 ഭാര്യമാരുണ്ട്, 2-ലും മക്കളില്ല, ഇനിയിപ്പം മക്കളുണ്ടാവുമെന്നൊരു പ്രതീക്ഷയില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ സ്വത്തൊക്കെ എങ്ങനെ നീന്തി കൊടുക്കാൻ തന്നെയാണ്. പക്ഷേ ഹൈദരാബാദിലെ നൂരിഷാ തങ്ങളുമായി ഞാൻ നല്ല കമ്പനിയിലാണ്. ഈ ഒരാശയം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്കൊരു കോളേജ് ഉണ്ടാക്കണം, മുത്താലിമീങ്ങളെ പഠിപ്പിക്കണം. അങ്ങനെ സ്ഥലം ഞാൻ അദ്ദേഹത്തോട് തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹം അതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ അദ്ദേഹവുമായി കണ്ടുമുട്ടിയാൽ ആ സ്ഥലം നമുക്ക് ചോദിച്ചു വാങ്ങാവുന്നതാണ് എന്ന് ബാപ്പുഹാജി അഭിപ്രായപ്പെട്ടു. അങ്ങനെ നൂരിഷാ തങ്ങളുമായി ബന്ധപ്പെട്ട് ഏകദേശം സ്ഥലപ്പം ബാപ്പുഹാജിൻ്റെ ആണല്ലോ, കിട്ടുന്നൊക്കെ ആയല്ലോ. അപ്പം ഇനി നൂരിഷാ തങ്ങളെ സമ്മതം വാങ്ങണം. അതിന് അദ്ദേഹവുമായി കത്തിടപാടുകൾ നടത്തി. നോക്കൂ നിങ്ങൾ, 15/9/92 1962 9-ാം മാസം 15-ാം തീയതി
15/9/62 മുഷാവറ യോഗം ചേർന്നിട്ട് എന്താ തീരുമാനം എടുത്തത്? ഹൈദരാബാദിലുള്ള നൂരിഷാ തങ്ങളുടെ കത്ത് സെക്രട്ടറി വായിച്ചു. അദ്ദേഹം ഒരു കത്ത് അയച്ചിരിക്കുന്നു സമസ്തന്റെ സെക്രട്ടറിയുടെ പേരിൽ. എന്താണ് കത്തിലുള്ളത്? കത്തിൽ പട്ടിക്കാട് ബാപ്പുഹാജി തന്ന സ്ഥലം ഇൻഷാ അല്ലാഹ് അത് കോളേജ് നടത്താൻ സമസ്ത മുന്നോട്ട് വന്ന സന്തോഷം. എനിക്ക് ഒറ്റ നിർദ്ദേശം, അതിൻ്റെ പേരിൽ എൻ്റെ ഒരു പേര് ഉൾപ്പെടുത്തണം, ഒരു വർക്കത്തിന് വേണ്ടി. അങ്ങനെ ജാമിയ നൂരിയ അറബിക് കോളേജിന് പേരിടണം എന്ന് അദ്ദേഹം കത്തിലെഴുതി. സമസ്തൻ്റെ 15/9/62 ചേർന്ന മുഷാവറയിൽ കത്ത് വായിച്ചു. അത് അനുവദിച്ചു കൊടുക്കേണ്ടതാണ് അല്ലേ? അയാൾ എന്തായാലും ജാമിയ നൂരിയ എന്ന പേര് അദ്ദേഹം പറഞ്ഞ് നമുക്ക് സ്വീകരിക്കാമെന്ന് പറയുകയും അങ്ങനെ അദ്ദേഹത്തെ ഒരു തുടക്കത്തിൽ അത് ഈ സ്ഥലത്തിൻ്റെ എല്ലാ അവകാശവും അദ്ദേഹം വിട്ടു തന്ന സ്ഥിതിക്ക് അദ്ദേഹത്തെ ആജീവനാന്ത വൈസ് പ്രസിഡന്റായി ചുമതലപ്പെടുത്താനും തീരുമാനിക്കുകയില്ല. ഇതൊക്കെ മുഷാവറയിലെ കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത്. ഇതൊന്നും വേറെ പുറത്തുള്ള പോലെയല്ല. 1/11/62 1962 നവംബർ മാസം 1-ാം തീയതി ചേർന്ന മുഷാവറയുടെ തീരുമാനം ജാമിയ നൂരിയ അറബിക് കോളേജ് കമ്മിറ്റിയുടെ ഭരണഘടന വായിച്ചു പാസ്സാക്കി. ആരാ പാസ്സാക്കിയത്? കോളേജ് കമ്മിറ്റിയല്ല, പാസ്സാക്കിയത് മുഷാവറ. അങ്ങനെ A മുതൽ Z വരെ സമസ്തന്റെ മുഷാവറ യോഗം ചേർന്നുകൊണ്ടാണ് കോളേജിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, 6/7/63 6/7/63 കോളേജൊക്കെ തുടങ്ങിപ്പോ 62 തന്നെ തുടങ്ങി. അങ്ങനെ ആ കോളേജ് തുടങ്ങിയതിന്റെ പ്രവർത്തനം നടക്കുമ്പോൾ 6/7/63 ഈ കമ്മിറ്റി കോളേജ് സമസ്തയുടെ മുഷാവറ യോഗം ചേർന്നു. ആ മുഷാവറ യോഗത്തിൽ എന്താ തീരുമാനിക്കണം? ഒരു തീരുമാനം നിങ്ങൾ ജാമിയ നൂരിയയിലെ ഉസ്താദന്മാർക്ക് 220 ദിവസം പ്രവൃത്തി ദിവസമായി നിശ്ചയിച്ചു. 365 ദിവസമാണല്ലോ ഒരു കൊല്ലത്തിലുണ്ടാകുക. 165 എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഏതായാലും അതിൽ 220 ദിവസമേ ജോലി ചെയ്യേണ്ടതുള്ളൂ, ബാക്കി ലീവ് അനുവദിക്കാതെ. ആ ലീവ് അങ്ങനെ തന്നെ ക്യാഷ്വൽ ലീവ് 15, അങ്ങനെ വലിയ പെരുന്നാളിന് 10, ഇങ്ങനെ നിശ്ചയിച്ചു കൊണ്ടിട്ട് ബാക്കിയൊക്കെ ലീവാക്കി പ്രഖ്യാപിക്കാനും അവരുടെ സേവനകാലം ഒരു വർഷത്തിൽ 220 ദിവസം ക്ലാസ് നടത്താനും സമസ്ത തീരുമാനിച്ചു. എന്നാ തീരുമാനിക്കേണ്ടത്? 6/7/63 അതും കോളേജ് കമ്മിറ്റി അല്ല തീരുമാനിക്കേണ്ടത്, സമസ്തന്റെ മുഷാവറയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ തുടങ്ങിയ ജാമിയ നൂരിയയുടെ എല്ലാ കാര്യവും സമസ്ത മുഷാവറ ചേർന്നുകൊണ്ടാണ് തീരുമാനിക്കുന്നത്. അതുപോലെ ഈ സന്നിധാന സമ്മേളനത്തെ പറ്റി തീരുമാനിച്ചുകൊണ്ട് നിങ്ങൾ നോക്കൂ. സന്നിധാന സമ്മേളനത്തിൽ എന്തൊക്കെയാണ് തീരുമാനിക്കുന്നത്? ആ സമ്മേളനത്തിൻ്റെ നമ്മൾ സനത് കൊടുക്കണം തീരുമാനിച്ചല്ലോ. സനത് കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ട് പിന്നീട് എന്തൊക്കെയാണ് തീരുമാനിക്കുന്നത്? ആ സനദിൻ്റെ ഒരു രൂപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അധികാരപ്പെടുത്തിയാൽ സദഖത്തുൽ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗത്തെ അതിന് അധികാരപ്പെടുത്തി. അതുപോലെ തന്നെ ആ സമ്മേളനം ഏത് രൂപത്തിൽ ആകണം എന്ന ചർച്ചയും മുഷാവറ ചേർന്നു. അതിനോടൊപ്പം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വാർഷികം കൂടി അന്ന് നടത്താൻ തീരുമാനിച്ചു. എന്നാ ഇപ്പൊ തീരുമാനിക്കുന്നത്? 29/8/65 കണ്ണിയത്താണ് അധ്യക്ഷൻ. 29/8/65 കണ്ണിയത്ത് അധ്യക്ഷത വഹിച്ചു. എന്താ തീരുമാനിക്കുന്നത്? ഇക്കൊല്ലം പട്ടിക്കാട് കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് സനത് കൊടുക്കേണ്ടതാണെന്ന് മുഷാവറ തീരുമാനിച്ചു. പാസ് മാർക്ക് 41 നിശ്ചയിക്കുകയും ചെയ്തു. ജാമ്യയിൽ പഠിക്കുന്ന മുത്തവ്വൽ കുട്ടികളുടെ പാസ് മാർക്ക് 41. ഈ കൊല്ലം മുതൽ സനത് കൊടുക്കണം എന്നാ തീരുമാനിച്ചത്? ഇത് കോളേജ് കമ്മിറ്റിയാണോ തീരുമാനിച്ചത്? കോളേജ് കമ്മിറ്റി സമസ്ത നിയമിച്ചൊരു നോക്കി നടത്തിപ്പേരാണ്. തീരുമാനമൊക്കെ എടുക്കുന്നത് ജാമിയ നൂരിയാണ്. 29/8/1965 കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷത ചേർന്ന യോഗത്തിന്റെ തീരുമാനം. ഏത് യോഗത്തിന്റെ? മുഷാവറയുടെ തീരുമാനം. എന്താ തീരുമാനം? ഇക്കൊല്ലം പട്ടിക്കാട് കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് സനത് കൊടുക്കണം. പാസ് മാർക്ക് 21 നിശ്ചയിച്ചു. സനദിന്റെ രൂപവും മറ്റും ഉണ്ടാക്കി ഒരു മാസത്തിനകം മുഷാവറക്ക് സമർപ്പിക്കാൻ സദഖത്തുള്ള മുസ്ലിയാർ കൺവീനറായി ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി.
ആരൊക്കെയാ കമ്മിറ്റിയിലുള്ളത്? സദക്കത്തുള്ള മുസ്ലിയാർ കൺവീനർ, പി ഇബ്രാഹിം മുസ്ലിയാർ അയനിക്കാട്, വാണിയമ്പല അബ്ദുറഹ്മാൻ മുസ്ലിയാർ, കാടേരി മുഹമ്മദ് മുസ്ലിയാർ ഈ ഒരു സമിതിയെ നിയമിച്ചു. ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ പറയണം. കാടേരി മുഹമ്മദ് മുസ്ലിയാരുടെ അൽബയാനിൽ വന്ന ലേഖനങ്ങളിൽ സുന്നത്തി ജമാഅത്തിന് നിരക്കാത്ത ചില വാക്കുകളുണ്ട് എന്ന കാരണത്താൽ അദ്ദേഹം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചല്ലോ. സമസ്തീന്നല്ലോ, അൽബയാൻ പത്രാധിപ സ്ഥാനത്തിൽ നിന്ന്. പക്ഷെ അദ്ദേഹം അത് അറിഞ്ഞപ്പോൾ രാജി കൊടുത്തു നമ്മൾ വായിച്ചു. അപ്പൊ സമസ്തയിൽ അദ്ദേഹത്തിന് അതിന്റെ പേരിൽ എന്തില്ല, അവർ അവഗണന ഉണ്ടായിട്ടില്ല നമ്മൾ മനസ്സിലാണ്ടി. നമ്മൾ ആ കാര്യം കഴിഞ്ഞിട്ടാണ് ഈ കാര്യം തീരുമാനിക്കുന്നത്. അപ്പൊ ചുരുക്കത്തില് അദ്ദേഹമടക്കമുള്ള ഒരു സമിതിയെ ഇതിന് തീരുമാനിച്ചു. പിന്നീട് കോളേജിന്റെ സനത് കൊടുക്കുന്നതിനനുബന്ധിച്ച് സമസ്തയുടെ വാർഷിക സമ്മേളനവും ആ സനദ്ദാന സമ്മേളനത്തോടു കൂടെ നടത്താനും തീരുമാനിച്ചു. 65 തീരുമാനമാണ്. ഇനി നിങ്ങൾ നോക്കൂ, സമസ്ത കേരളം അങ്ങനെ വളരെ ഭംഗിയായി EK അബൂബക്കർ മുസ്ലിയാർ പ്രിൻസിപ്പളും PMSA പൂക്കോയ തങ്ങൾ ജനറൽ സെക്രട്ടറിയും ഒക്കെയായി നല്ല നിലയിൽ പോവുകയാണ് ജാമിയ നൂരിയ. മഹാനായ PMSA പൂക്കോയ തങ്ങൾ വഫാത്തായി. അതിനുശേഷം മുസ്ലിം ലീഗ് പിളർന്നു. ഒന്ന് അഖിലേന്ത്യാ ലീഗ്, അത് സെയ്ദ് ഉമർ ബാഫക്കി തങ്ങൾ എന്ന് പറഞ്ഞാൽ ഷിയാബ് തങ്ങളുടെ ഇളച്ചൻ ഭാര്യയുടെ അഞ്ചത്തിയെ കിട്ടിയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ ലീഗും മുഹമ്മദ് അലി ഷിയാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ ഔദ്യോഗിക ലീഗും പ്രവർത്തിക്കുക. ആ കാലത്ത് പൂക്കോയ തങ്ങളുടെ കാലത്ത് തന്നെയാണ് ലീഗ് പിളർന്നത്. പക്ഷേ പൂക്കോയ തങ്ങൾ ആ ഉടനെ മരണപ്പെടുകയുണ്ടായി. അപ്പം പിന്നെ ലീഗിന്റെ പ്രസിഡന്റ് ആരായി? അദ്ദേഹത്തിന്റെ മൂത്ത പുത്രൻ മുഹമ്മദ് അലി ഷിയാബ് തങ്ങളായി. അങ്ങനെ വിമത ലീഗിന്റെ ആളാണ് ആര്? ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ബാഫക്കി തങ്ങൾ. ഔദ്യോഗിക ലീഗിന്റെ പ്രസിഡന്റാണ് പാണക്കാട് മുഹമ്മദ് അലി ഷിയാബ് തങ്ങൾ. സ്വാഭാവികമായും അഖിലേന്ത്യാ ലീഗുകാരോ ഭൂരിപക്ഷവും കോഴിക്കോട്ടുകാരാണ്. EK അബൂബക്കർ മുസ്ലിയാരും കോഴിക്കോട് ജില്ലക്കാരനാണ്. ഇവർ സ്വാഭാവികമായും ബന്ധങ്ങൾ ഉണ്ടാവും എന്നൊരു നിഗമനം മലപ്പുറക്കാർക്ക് ഉണ്ടാകാമല്ലോ. മലപ്പുറം കോക്കസിന് ഉണ്ടാകാം. അങ്ങനെ EK ഒരു രണ്ടാം കണ്ണോട് കൂടെ ഇങ്ങനെ കാണുകയാണ്. ഇവരിങ്ങനെ യുവതന്മാർക്ക് സപ്പോർട്ടാണോ അല്ല എന്നുള്ളത്. ആ ഇടയ്ക്ക് അഖിലേന്ത്യാ ലീഗ് കോഴിക്കോട് ഒരു വിദ്യാഭ്യാസ സെമിനാർ നടത്തി. ആ വിദ്യാഭ്യാസ സെമിനാറിലേക്ക് കേരളത്തിലെ ഏറ്റവും വലിയ ശരീഅത്ത് കോളേജിന്റെ പ്രിൻസിപ്പൾ എന്ന നിലയിൽ EK അബൂബക്കർ മുസ്ലിയാരെ അതിലൊരു ഒരു വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ക്ഷണിച്ചു. അദ്ദേഹം ബഹുമാനപൂർവ്വം അവർ പോവുകയും ചെയ്തു. പക്ഷേ അപ്പയ്ക്ക് മലപ്പുറം ഫോക്കസ് എന്തായിരുന്നോ ഒരു മതം തന്നെ. പിന്നെ സുന്നത്തി ജമാഅത്ത് കട്ടീര് പറയുന്നു എന്ന് അദ്ദേഹത്തിനെതിരെ ചാർജിച്ച്. സുന്നത്തി ജമാഅത്ത് കട്ടി പറയാം. നമ്മൾ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ അതിലിപ്പോൾ എല്ലാവരും കൂടി തലോടി ഉൾക്കൊണ്ട് ഇങ്ങനെ പൊട്ടാതെ ചിതറാതെ പോകുമ്പോൾ അവരോട് സലാം പറയാൻ പാടില്ല, സലാം പറഞ്ഞാൽ മടക്കാൻ പാടില്ല എന്നതിനൊക്കെ EK അബൂബക്കർ മുസ്ലിയാരുടെ ഫത്വകൾ, അതുപോലെ തന്നെ മുജാഹിദിന് മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന ഫത്വ, ഇതൊക്കെ പാടെ നമുക്ക് മുന്നോട്ട് പോകില്ല. കാരണം നമ്മളെ വിഷയം വേറെയാണ്, അതിൽ പോർന്നെടുക്കാൻ പാടില്ല. ദീനൊക്കെ ഇപ്പം അവിടെ എത്തിയിട്ടല്ലേ. അപ്പം ഇപ്പം നമുക്ക് ഇതൊന്നും പറ്റൂല എന്നുള്ള നിലപാടുള്ളവരായി ഇവിടുത്തെ ആൾക്കാർ, ഇവിടുത്തെ കോളേജ് കമ്മിറ്റിയെ പിന്തുണക്കുന്ന തങ്ങന്മാരെ പാർട്ടിക്കാർ. അങ്ങനെ ഇവിടെ ഈ ഒരു ചേരിത്തിരിവ് ഇങ്ങനെ വന്ന് EK അബൂബക്കർ മുസ്ലിയാരെ ജാമിയ നൂരിയയിൽ നിന്ന് പുറത്താക്കുന്നൊരു ഘട്ടം വന്നു എന്ന് കണ്ടപ്പോൾ 15/4/78 സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുശാവറ ചേർന്നു. ഡേറ്റ് മറക്കണ്ട, 15/4/78. ആ മുശാവറയെടുത്ത തീരുമാനം എന്താ? ജാമിയ നൂരിയ കോളേജിൽ ഉസ്താദുമാരെയും പ്രിൻസിപ്പലിനെയും നിയമിക്കുന്നതും പിരിച്ചയക്കുന്നതും സമസ്ത മുശാവറയുടെ അംഗീകാരത്തോടെ മാത്രമേ ചെയ്യാവൂ എന്ന് കോളേജ് കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകാൻ തീരുമാനിച്ചു. ഈ വിഷയം കോളേജ് കമ്മിറ്റിയിലെ പ്രമുഖന്മാരെ ധരിപ്പിക്കുന്നതിന് സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ, MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്നിവരെ ചുമതലപ്പെടുത്തി. അങ്ങനെ അവർ ജാമിയ നൂരിയയിൽ പോയി. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിയാബ് തങ്ങളെ കണ്ടു. സമസ്തയുടെ കത്ത് കൊടുത്തു. അതിനൊരു പുല്ല് വില ഉണ്ടായില്ല. ഈക്കത്ത് പിറ്റേ ആഴ്ച തന്നെ അവിടെ ഇറങ്ങിപ്പോരേണ്ടി വന്നു. ആഹാ, കത്തൊക്കെ കൊടുത്തയക്കൽ തുടങ്ങി വന്നല്ലോ. ഒന്നും കൂടി പക വന്നു. EK അബൂബക്കർ മുസ്ലിയാർ അവിടുന്ന് പടിയിറങ്ങി. അങ്ങനെയാണ് അദ്ദേഹം പൂച്ചക്കാട്ടേക്ക് പോയത്. യഥാർത്ഥത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അധ്വാനിച്ചുണ്ടാക്കി
ബിൽഡിംഗ് ഉണ്ടാക്കി, സിലബസ് പറഞ്ഞു കൊടുത്തു, പരീക്ഷയ്ക്ക് ഡേറ്റ് വെച്ചു, ഉസ്താദുമാരെ ലീവ് അനുവദിച്ചു കൊടുത്തു. അതുപോലെ തന്നെ രോഗം ഉണ്ടായാൽ എത്ര ലീവ് എടുക്കാം, കാഷ്വാലിറ്റി എത്ര ലീവ് എടുക്കാം, എന്തൊക്കെയായിരിക്കണം സിലബസ്, വേറെയും തീരുമാനമുണ്ട്. തൊട്ടപ്പുറത്ത് കഴിഞ്ഞാൽ മുല്ലാഹസന് പകരം വേറൊരു കിതാബ് തിരഞ്ഞെടുക്കുകയാണെന്ന് മുസാഫർ തീരുമാനിച്ച് വേറെ മീറ്റിങ്ങിലുണ്ട്. അങ്ങനെ എല്ലാ കാര്യം എന്നാണ് സനത് കൊടുക്കേണ്ടത്, എവിടെ വെച്ചാണ് കൊടുക്കേണ്ടത്, ആരാണ് കൊടുക്കേണ്ടത്, ആരാണ് ആ സമ്മേളനത്തിൽ സ്വാഗതം പറയേണ്ടത്, ആരാണ് വിഷയം അവതരിപ്പിക്കേണ്ടത്, ഇതൊക്കെ സമസ്ത മുശാവറയാണ് തീരുമാനം. സനത് കൊടുക്കുമ്പോൾ ആ കോട്ടിൻ്റെ കളർ എങ്ങനെയായിരിക്കണം, അതിനെന്തൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം, ഇതൊക്കെ ഈ മുശാവറയാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ പോലുള്ള ഒരു കോളേജിൻ്റെ ഇന്നത്തെ അവസ്ഥ ഇപ്പം എന്താണ്? കെ അബൂബക്കർ മുസ്ലിയാർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതോടുകൂടെ, പോരേണ്ടി വന്നതോടുകൂടെ അത് സങ്കുചിത രാഷ്ട്രീയക്കാരൻ്റെ താവളമായി മാറി. ഇപ്പോഴും നിങ്ങൾ നോക്കൂ, ഇപ്പോഴും അതിൽ യഥാർത്ഥത്തിൽ പിന്നെ മറ്റേ സമസ്ത ഒരു പറയുന്നത് മറ്റേ സമസ്തൻ്റെ കോളേജാണെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ മറ്റേ സമസ്തൻ്റെ കോളേജാണെന്നല്ല പറയുന്നത്, ആധികാരികമായ ഔദ്യോഗികമായ സമസ്തയുടെ കോളേജാണ്. ഇപ്പം മറ്റേ സമസ്തക്കാർ നമ്മളെന്നാന്നൊക്കെ പറയുമ്പോൾ ആ സമസ്തൻ്റെ പ്രസിഡന്റ് മെമ്പറെപ്പോൾ പിന്നെ മുശാവറ മെമ്പറെപ്പോൾ ഒന്ന് പുറത്താക്കി. കാരണം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം ചുരുക്കത്തിൽ കേരളത്തിൽ എത്രയോ പള്ളികളും എത്രയോ കോളേജുകളും എത്രയോ ദീനീ സംരംഭങ്ങളും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് നഷ്ടപ്പെട്ട പോയതുപോലെ സമസ്ത അധ്വാനിച്ചുണ്ടാക്കിയ നിരവധി സ്ഥാപനങ്ങളും ഈ രൂപത്തിൽ നഷ്ടപ്പെട്ടു. എന്താ കാരണം? ഇവർക്ക് പേറ്റുന്നോന്നും അറിയില്ല. ഇവരെ തബറുക്കിന് വേണ്ടി അധ്യക്ഷനാക്കിയതാണ്. എന്നാൽ അവർ തബറുക്ക് തന്നതുമില്ല, കോടതി നിലനിർത്തിയതുമില്ല. രണ്ടും കൂടി കൊണ്ടുപോവുകയാണ് അവർ ചെയ്തത്. അപ്പോൾ ഞാനിപ്പോൾ ഇന്നിങ്ങനെ ഈ പറയുന്ന വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ് ഇവിടുത്തെ ഏത് ദീനിയായ പുരോഗതിയും ഉണ്ടാക്കിയത്. അതിൽപ്പെട്ടൊരു പുരോഗതിയാണ് ജമിയ നൂരിയ അറബി കോളേജ്. അത് സമസ്തയുടേതാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ സമസ്ത നാനോന്മുഖമായ മേഖലകളിൽ ഹഖായ ദീനിൻ്റെ സന്ദേശം എത്തിക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളിലും സമസ്ത കേരള ജമിയത്തിൽ മുന്നിട്ടു. അതൊരു വൺ സൈഡ് പ്രവർത്തനമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാരഥന്മാർക്കെല്ലാം അവർക്ക് പദവികൾ ഉയർത്തി കൊടുക്കട്ടെ, അവർ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയാചാരണങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള മഹത്തായ തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. ഞാൻ ഇന്ന് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ ഖബറു ശരീഫ് സിയാറത്ത് ചെയ്തു. നമുക്കവിടെ ഒരു കോളേജുണ്ട്, മസാലിഹുൽ മുസ്ലിമീൻ. ആ മസാലിഹുൽ മുസ്ലിമീനിൽ വെച്ച് വിപുലമായ രൂപത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദിൻ്റെ പിന്നെ നമ്മളെ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ ആണ്ട് നടത്തുകയുണ്ടായി. ഞാൻ അവിടെ മുഖ്യ പ്രസംഗം നടത്തി. സമസ്തയുടെ പ്രസിഡന്റ് റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ അപ്പോൾ ബഹുമാനപ്പെട്ട പിന്നെ ബാപ്പു ഉസ്താദിൻ്റെ ആണ്ടായതുകൊണ്ട് എല്ലാവരും പ്രത്യേകമായി ദ്വാരക്കണം. അല്ലാഹുവേ, ഒരു പുരുഷായുസ് മുഴുവൻ ഹഖായ ദീനി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിയാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് അതിൻ്റെ പ്രചരണത്തിനും പ്രവർത്തനത്തിനും കഠിനാധ്വാനം ചെയ്ത് ആത്മീയ പ്രഭ പറ്റാതെ നിലനിന്ന നേതാവാണ് ബഹുമാനപ്പെട്ട സമസ്ത നമ്മുടെ ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ. അവിടുത്തെ ദറജ അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ സുംറയിലായ അല്ലാഹു നമ്മെ സ്വർഗ്ഗത്തിൽ ഒന്നിപ്പിക്കട്ടെ. ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.